റോയിറ്റേഴ്സിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. അക്കൗണ്ട് മരവിപ്പിച്ചതിൽ എക്സിനോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. വിനീത വിജി ഡൽഹിയിൽ ചേർന്നു. വിനീത, എന്തുകൊണ്ടാണ് റോയിറ്റേഴ്സിന്റെ അക്കൗണ്ട് എക്സ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈൽ, അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ തടഞ്ഞിരിക്കുകയാണ്. ഇതിൽ പുറത്തുവരുന്നൊരു വിശദീകരണം ഈ നിയമപരമായ ആവശ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലേക്കൊരു നടപടി എന്നുള്ളതാണ്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ ചില വിശദീകരണം നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ റോയിറ്റേഴ്സിന്റെ അക്കൗണ്ട് മരവിപ്പിക്കാൻ ഞങ്ങൾ എക്സിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. ഇക്കാര്യത്തിൽ എക്സ് ഹാൻഡിലിനോട് അവർ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും ഈ അക്കൗണ്ട് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ എക്സുമായി സംസാരിച്ചു വരികയാണെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. റോയിറ്റേഴ്സിന്റെ എക്സ് അക്കൗണ്ട് തടഞ്ഞു വെക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ലെന്നും ഒപ്പം തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ എക്സുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ റോയിറ്റേഴ്സിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നുവെന്ന ചില വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലേക്കുള്ള ചില അഭ്യൂഹങ്ങളും നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഏതാണെങ്കിലും കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഈ എക്സ് അക്കൗണ്ട്, റോയിറ്റേഴ്സിന്റെ എക്സ് അക്കൗണ്ട് തടഞ്ഞു വെക്കാൻ ഇത്തരത്തിലേക്ക് ഒരു ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടില്ല, കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പുറത്ത് നൽകുന്ന വിവരം. സുഹൈൽ, എന്തായാലും റോയിറ്റേഴ്സിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ലഭിക്കാത്തതിൽ, ഇന്ത്യയിൽ സസ്പെൻഡ് ചെയ്തതിൽ സർക്കാരിന് പങ്കില്ല. അതെന്തുകൊണ്ടാണ് റദ്ദ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് എക്സിനോട് ചോദിക്കുമെന്നുമാണ് കേന്ദ്രം അറിയിക്കുന്നത്. വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്.